ഹലോ ഗീസ് വായോ നമുക്ക് 2-3 പേർക്ക് കണ്ടിട്ട് തരാമേ. ആദ്യം തന്നെ എടുക്കുന്ന ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്ന ചോക്ലേറ്റ് കേക്കിൻ്റെ 1 kg റേറ്റ് വരുന്നത് 800 ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കുട്ടി ഡിസൈനാണ്. നമ്മുടെ ഈ പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള കൊടുക്കേണ്ട ഒരു ഡിസൈനാണ്, ഫ്ലവർ പോലെ. അപ്പോൾ ഇതിനകത്ത് നല്ല ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ കളറിന് ആ പൂവിന് വരുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം നോക്കാം, പക്ഷേ ആ ഭാഗം അവോയ്ഡ് ചെയ്തിട്ട് തന്നെ കഴിക്കണമെന്ന്. അപ്പോൾ ആൾ ഓക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ മാക്സിമം എൻ്റെ കസ്റ്റമേഴ്സിനോട് എല്ലാം പറയാറുണ്ട്, നമ്മളിങ്ങനെ കളർ അധികമായിട്ടുള്ള കേക്കുകളൊന്നും മേടിക്കരുത്. കാരണം റെഡ് വെൽവെറ്റ്, ബ്ലൂ വെൽവെറ്റ്, ഗ്രീൻ വെൽവെറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക സ്ട്രോബെറി, ബ്ലൂബെറി എന്നൊക്കെ പറഞ്ഞ് മേടിക്കുമ്പം ഞാൻ വാനിലയുടെ സ്പഞ്ചിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവരും. അങ്ങനെ പറഞ്ഞ് തന്നെ മേടിക്കുക. അല്ലാണ്ട് അതിലേക്ക് നമ്മളിനി കളർ കൊടുത്ത് ജസ്റ്റ് ഈ കളർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു തരം ടേസ്റ്റും വരുന്നില്ല. പിന്നെ എന്തോരം നമ്മൾ ഈ അൺഹെൽത്തി ആയിട്ടുള്ള സംഭവം ആഡ് ചെയ്തിട്ട് ഈ കുട്ടികൾക്കും മുതിർന്നവരായാലും എന്തിനാണ് കഴിക്കുന്നത്? ഒരു കാര്യമില്ല. കാരണം ഈ ഒഴിക്കുന്നത് എനിക്കറിയാം, ഞാൻ എന്തുമാത്രം കളറാണ് ഒഴിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇത് മേടിച്ച് കൊടുക്കാണ്ടിരിക്കും. ഞാൻ എൻ്റെ മക്കളുടെ ഒന്ന് ബർത്ത്ഡേ വരുമ്പോൾ ഇങ്ങനെയുള്ള കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ട് ഒരു കേക്കുകളും ചെയ്യാറില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓരോ മക്കളും എൻ്റെ മക്കളുമാണ്, എൻ്റെയും കൂടി മക്കളാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും സ്നേഹത്തോടെ പറയാനുണ്ട്, നിങ്ങളിങ്ങനെ കേക്കുകൾ മേടിക്കുമ്പോൾ മാക്സിമം കേക്കെന്ന് മാത്രമല്ല കേട്ടോ, എന്ത് ഫുഡ് ഐറ്റം മേടിച്ചാലും നമ്മൾ മാക്സിമം ഈ കളർ വരുന്നതൊന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഈ കളർ ഇങ്ങനെ ചേർത്ത് എനിക്കറിയാം, എനിക്ക് തന്നെ കിളി പോകും. ചില സമയം എനിക്ക് ദേഷ്യം വരും, എന്തിനാണ് ഇവരിങ്ങനെ കളർ പറയുന്നത്. ഞാൻ അവരോട് ചോദിക്കും, ഇത് വേണോ, ഇത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞ് മാക്സിമം കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് എൻഗേജ്മെൻറ്റിന് കൊടുക്കേണ്ടതായിരുന്നു. അപ്പം പുള്ളിക്കാരൻ പെട്ടെന്ന് വന്നിട്ടുള്ളൊരു ഓർഡറായിരുന്നു. കുറേ ഹാമ്പർ സെറ്റ് ഇതെല്ലാം ചെയ്യണമായിരുന്നു കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളതായിരുന്നേ. ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആവാറുണ്ട്, ഒരു വെപ്രാളമൊക്കെ വരാറുണ്ട് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തപ്പോൾ ഡ്രസ് കോഡിനനുസരിച്ച് ഒരു ലൈൻ പോലെ മാത്രം കേക്കിനകത്ത് ഞാൻ മുകളിലേക്ക് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഞാൻ എന്നിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവോയ്ഡ് ചെയ്യാമെന്ന്. ക്രീമിലാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് കഴിക്കാൻ പറ്റും, പക്ഷേ സ്പഞ്ചിലാകുമ്പോൾ നമുക്കത് പറ്റത്തില്ലടോ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക.